സിൽവർ ലൈനിൽ പ്രതിഷേധം ശക്തം. കോഴിക്കോട് കല്ലായിൽ സിൽവർ ലൈൻ അതിരടയാളക്കല്ല് സ്ഥാപിക്കാനെത്തിയ കേരയിൽ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാർ കല്ലുകൾ പിഴുതെറിഞ്ഞതോടെ സംഘർഷാന്തരീക്ഷമുണ്ടായി. കേരയിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. കോഴിക്കോട് കല്ലായി കുണ്ടുങ്ങൽ പ്രദേശത്താണ് കേരയിൽ അതിരടയാള കല്ലിടാൻ വൻ പോലീസ് സന്നാഹത്തോടെ എത്തിയ ഉദ്യോഗസ്ഥർക്ക് ശക്തമായ ജനരോഷം നേരിടേണ്ടി വന്നത്. രാവിലെ രണ്ടിടത്ത് സ്ഥാപിച്ച കല്ലുകൾ നാട്ടുകാർ പിഴുതെറിഞ്ഞു. കല്ലുകളുമായി എത്തിയ വാഹനം തടഞ്ഞ് തിരിച്ചയച്ചു. ഇതിനിടെ തഹസിൽദാരെ നാട്ടുകാർ തടഞ്ഞതോടെ സംഘർഷാന്തരീക്ഷമുണ്ടായി. തഹസിൽദാരെ പോലീസ് മോചിപ്പിച്ച് സ്ഥലത്ത് നിന്ന് മാറ്റി. സർവേ നടപടികൾ നിർത്തിവെച്ചുവെന്ന് കരുതി ജനങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഉച്ചതിരിഞ്ഞ് ഉദ്യോഗസ്ഥർ വീണ്ടുമെത്തി. കഴിഞ്ഞ ദിവസം ഗൃഹനാഥൻ മരിച്ചതിനാൽ സ്ത്രീകൾ മാത്രമായ വീട്ടുവളപ്പിൽ കടന്ന ഉദ്യോഗസ്ഥർ ഗേറ്റ് ഉള്ളിൽ നിന്ന് പൂട്ടി കല്ല് സ്ഥാപിച്ചതോടെ ജനരോഷം അണപൊട്ടിയൊഴുകി. ഒരു സ്ത്രീ വീട്ടുടമസ്ഥ പുറത്തും പോലീസും മറ്റുള്ള സന്നാഹങ്ങളും ഗേറ്റിനകത്തു നിന്നുകൊണ്ട് വളരെ അതിക്രമമായ രീതിയിൽ ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ആ സ്ത്രീ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയം. അപ്പോൾ അവരുടെ ഗേറ്റിനകത്ത് കയറി പോലീസ് ഗേറ്റ് ലോക്കാക്കിക്കൊണ്ട് വളരെയധികം മോശമായ രീതിയിൽ ഒരു സർവേ നീടൽ നാടകമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും വെച്ചു പൊറിപ്പിക്കാനാവില്ല. വീട്ടുപറമ്പിൽ സ്ഥാപിച്ച കല്ല് ജനങ്ങൾ പിഴുതെറിഞ്ഞു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് രണ്ടാമത്തെ കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. തഹസിൽദാരും ഉദ്യോഗസ്ഥരും കബളിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കലക്ടറോട് സംസാരിച്ചു, എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവാണെന്ന്. ഞങ്ങൾ വീട്ടിലേക്ക് ചോറുന്നാൻ പോയപ്പോ പെണ്ണുങ്ങളുള്ളടത്തേക്ക് മാത്രം കയറി വരാം. നിയമം നടത്തേണ്ട പോലീസ് അത്. ഇതിനിടെ കേരയിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കി സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചു. നാട്ടുകാരിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് നേരിടേണ്ടി വരുന്നതെന്ന് കേരയിൽ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ചത്ത അമ്മ വരെ വിളിക്കുന്നതാണ്. തന്തയ്ക്കും തള്ളക്കും കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ചീത്ത വിളിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങളില്ല. നമുക്ക് പരാതികളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അത് അവരുടെ വികാരമാണ്, നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. പക്ഷെ എത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ഞങ്ങൾക്ക് ഒരു പരാതികളോ അങ്ങനെയൊന്നുമില്ല. പ്രതിഷേധത്തിനൊടുവിൽ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്ത് നിന്ന് പിൻവാങ്ങിയതോടെയാണ് ഒരു പകൽ മുഴുവൻ നീണ്ട സംഘർഷ സാഹചര്യം ഒഴിഞ്ഞത്. ന്യൂസ് 18 കോഴിക്കോട്. സിൽവർ ലൈൻ സർവേക്കെതിരെ കോട്ടയത്തും എറണാകുളത്തും മലപ്പുറത്തും ശക്തമായ പ്രതിഷേധം. ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച സർവേ കല്ലുകൾ വെള്ളത്തിലെറിഞ്ഞു. കോട്ടയം മാടിപ്പള്ളിയിൽ പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. സിൽവർ ലൈൻ സർവേക്കെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. ചോറ്റാനിക്കരയിൽ പാടത്ത് സ്ഥാപിച്ചതും വാഹനത്തിലുണ്ടായിരുന്നതുമായ സർവേ കല്ലുകൾ കോൺഗ്രസ് പ്രവർത്തകർ വെള്ളത്തിലെറിഞ്ഞു. കല്ലുമായെത്തിയ വാഹനം സമരക്കാർ തിരിച്ചയച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ചോറ്റാനിക്കരയിൽ കല്ലിടുന്നത് നിർത്തിവെച്ചു. ഞങ്ങൾ ലോണും ഒക്കെ എടുത്ത് പണിത ഒരു ചെറിയ പെരയാണ്. അത് കളഞ്ഞിട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങളെല്ലാവരും കൊന്നിട്ട് കല്ലിട്ടിട്ട് പോക്കോട്ടെ. ഞങ്ങൾ മരിച്ചു വീണാലും ഇവിടെ കിടന്ന് മരിക്കുന്നതല്ലാതെ വേറൊരിടത്തോട്ട് ഞങ്ങൾ പോകുന്നില്ല. കോട്ടയം പെരുമ്പായിക്കാട് വില്ലേജിലെ കുഴിയാലിപ്പടിയിൽ കല്ലുമായെത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. നട്ടാശ്ശേരിയിലും കേരള ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധമുണ്ടായി.
ലൈഫ് മിഷന്റെ പദ്ധതിക്ക് പോലും കൊടുക്കാൻ സ്ഥലമില്ലാത്തവർ അവിടെ ഞങ്ങളെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇവർ സ്ഥലം തരുമെന്ന് പറയുന്നത് എന്താ? ചുമ്മാ കൊണ്ടുവന്ന് കുറ്റി അടിച്ചിട്ട് പോകാൻ പറ്റുമോ? സ്വന്തം ഭൂമിയിൽ സർക്കാരിന്റെ കുറ്റി പൊതുമുതൽ നശിപ്പിക്കുന്നെന്ന് പറഞ്ഞു നമ്മുടെ ഭൂമി കൊണ്ട കുറ്റി അടിച്ചിട്ട് അത് പറിച്ചു കളയാൻ മേലെ. അങ്ങനെ കുറ്റി അടിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. മലപ്പുറം തിരുനാവായയിൽ സർവേ നടപടികൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നിർത്തിവെച്ച സർവേയാണ് ഇന്ന് രാവിലെ പുനരാരംഭിച്ചത്. പ്രതിഷേധം കടുത്തതോടെ സർവേ നടപടികൾ മാറ്റിവെച്ചു. ചോറ്റാനിക്കരയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അനൂപ് ജേക്കബ് MLA എന്നിവരും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുമാണ് പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഏകാധിപത്യ രാജ്യം ഈദി അമീന്റെ രാജ്യമല്ല ഇത് താലിബാനും അല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. കോൺഗ്രസും UDFും ഉള്ളിടത്തോളം കാലം, ഞങ്ങളുടെ തൊണ്ടകളിൽ ഞങ്ങളുടെ സിരകളിൽ രക്തമുള്ളിടത്തോളം കാലം ഇതിനെതിരായ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. ആ പ്രതിഷേധം ജനങ്ങൾക്കൊപ്പമായിരിക്കും. കേരളത്തിലെ ആളുകൾക്ക് ഹൈക്കോടതി സംരക്ഷണം കൊടുക്കണം, പോലീസ് സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഉത്തരവുണ്ടെങ്കിൽ നമ്മൾ ആ ഉത്തരവ് പാലിക്കാം. പക്ഷെ അങ്ങനെ ഒരു ഉത്തരവില്ലല്ലോ. ഇല്ലാത്ത ഉത്തരവിന്റെ പേരിൽ പോലീസിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ ഒരിക്കലും ഇടയാകരുത് എന്നുള്ളതാണ് എന്റെ പക്ഷം. വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനാണ് തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. ചോറ്റാനിക്കരയിലെ സിൽവർ ലൈൻ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസ്. MLA അടക്കം 25 പേർക്കെതിരെയാണ് കേസെടുത്തത്. പൊതുമുതൽ നശിപ്പിക്കുക, നിയമവിരുദ്ധമായി സംഘം ചേരുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ചോറ്റാനിക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സിൽവർ ലൈൻ വിരുദ്ധ സമരതന്ത്രം മാറ്റാനൊരുങ്ങി UDF. സർവേക്കല്ല് പിഴുതെറിയുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളുടെ മുൻനിരയിലെത്തി അറസ്റ്റ് വരിക്കാനാണ് നീക്കം. അതേസമയം സമരക്കാർക്ക് നേരെ പ്രകോപനപരമായ നീക്കം ഉണ്ടാകരുതെന്ന് DGP സർക്കുലർ ഇറക്കി. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM ശ്രമിക്കുമ്പോൾ സമരക്കാർക്കെതിരായ പോലീസ് നടപടിയിൽ CPIക്ക് പ്രതിഷേധമുണ്ട്. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ സമരസമിതിക്ക് പൂർണ്ണ പിന്തുണയുമായി UDF ഉണ്ട്. സമരത്തിന്റെ ശൈലി മാറ്റി മുൻനിരയിലെത്തി അറസ്റ്റ് വരിക്കാനാണ് UDFന്റെ ഇനിയുള്ള നീക്കം. സ്ഥാപിച്ച കല്ലുകൾ കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടെത്തി പിഴുതുമാറ്റും. കേരളമാകെ പടരുന്ന പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയ സാധ്യത മനസ്സിലാക്കിയാണ് കോൺഗ്രസ് നിലപാട് മാറ്റുന്നത്. ആ പാവപ്പെട്ടവരെ ജയിലിൽ അയക്കും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രഖ്യാപിച്ചാൽ, അവരെ പുറകിലേക്ക് മാറ്റി നിർത്തി ഞങ്ങൾ മുന്നിലേക്ക് വന്ന് ഞങ്ങൾ കല്ലുകൾ പിഴുതെറിയുകയും ഞങ്ങൾ ഈ പറയുന്ന കേസിൽ പ്രതികളായി കേരളത്തിലെ UDF പ്രവർത്തകർ ജയിലിലേക്ക് പോവുകയും ചെയ്യും, നേതാക്കന്മാരുൾപ്പെടെ. സമരങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് CPM തയ്യാറെടുക്കുന്നത്. തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം സമരത്തിനൊപ്പമുണ്ടെന്നാണ് CPM ആരോപണം. ഈ സമരപരിപാടി പരിഹാസ്യമാണ്. അവരൊട്ടും ചെയ്യേയില്ല, വേറെ ആളെ ചെയ്യാൻ സമ്മതിക്കുകയില്ല. ഇതാണ് അവരുടെ സമീപനം. ജനങ്ങളെ പരമാവധി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക. അതാണ് LDF ഈ സമരത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ സമരം എന്ന് പറയുന്ന ആർക്കും ചെയ്യാം, സമരം കൊണ്ട് പദ്ധതി ഉപേക്ഷിക്കാൻ സാധിക്കില്ല. എന്നാൽ പോലീസ് സമരത്തെ നേരിടുന്ന ശൈലിയിൽ CPIക്ക് എതിർപ്പുണ്ട്. സമരക്കാരെ കൈകാര്യം ചെയ്യുന്ന ശൈലി മാറ്റണമെന്ന് മുന്നണി യോഗത്തിലടക്കം CPI ആവശ്യമുന്നയിക്കും. പദ്ധതിക്കൊപ്പമുണ്ടെങ്കിലും മുന്നണിക്കകത്ത് പോലീസ് നടപടി വിമർശന വിധേയമാകുന്നത് സർക്കാരിന് മുന്നിൽ പ്രതിസന്ധിയാണ്. ഇതിനിടെ സമരക്കാർക്കെതിരെ പ്രകോപനപരമായ നീക്കമുണ്ടാവരുതെന്ന് പോലീസ് മേധാവി സർക്കുലർ ഇറക്കി. പ്രാദേശിക സർക്കാരുകൾക്കൊപ്പം സമരക്കാരെ അനുനയിപ്പിക്കാൻ പോലീസും മുന്നിട്ടിറങ്ങണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളിനെ എല്ലാ വിഭാഗവും സ്വാഗതം ചെയ്യുന്നെന്ന് മുഖ്യമന്ത്രി. ഭൂമി നഷ്ടപ്പെട്ടവരുടെ വിഷമം സ്വാഭാവികമാണ്. അവരെ വിഷമിപ്പിക്കാനല്ല സർക്കാർ തയ്യാറാക്കുന്നത്. 4 ഇരട്ടി വിലയാണ് ഗ്രാമപ്രദേശങ്ങളിൽ നൽകുന്നത്. വീട് നിർമ്മിക്കാനും കാശ് കൊടുക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗോഗോ വിളിക്കുന്നവരോട് ആ പിപ്പിടി വിദ്യ ഒന്നും ഇങ്ങോട്ട് വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഉള്ള ഭൂമി നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വിഷമമുണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷെ അവരെ വിഷമിപ്പിക്കാനല്ല സർക്കാർ തയ്യാറാകുന്നത്. അവരുടെ കൈവശമുള്ള ഭൂമിയുടെ സാധാരണ വിലയുടെ 4 ഇരട്ടിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ കൊടുക്കുന്നത്. ഇതൊരു വീഴ്വാക്കല്ലോ. അവിടെ വീടുണ്ടെങ്കിൽ ഈ വില മാത്രമല്ല, വീട് നിർമ്മിക്കാൻ കാശ് കൊടുക്കുന്നു. ഇവിടെ ചില ഗോംഗോ വിളികൾ നടത്തുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ,
ആ പിപ്പടി വിദ്യയൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അതൊന്നും ചെലവാകുന്ന കാര്യമല്ല. നാടിന് ആവശ്യമാണോ? ജനങ്ങൾക്ക് ആവശ്യമാണോ? ആ പദ്ധതി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. സിൽവർ ലൈൻ പദ്ധതിയിൽ ബഫർ സോൺ ഉണ്ടാകില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ വാദം തള്ളി കേരയിൽ MD വി അജിത് കുമാർ. പാതയ്ക്ക് ഇരുവശത്തും 10 മീറ്റർ ബഫർ സോൺ ഉണ്ടാകുമെന്നും നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്നും കേരയിൽ MD വ്യക്തമാക്കി. പ്രതിഷേധം കണക്കിലെടുത്ത് കല്ലിടൽ നിർത്തിവെക്കില്ല. സാമൂഹികാഘാത പഠനം നടത്തുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണെന്നുമാണ് കേരയിൽ കോർപ്പറേഷന്റെ നിലപാട്. സിൽവർ ലൈൻ പദ്ധതിക്ക് ഇരുവശത്തും നിർമ്മാണ നിയന്ത്രണം ഉണ്ടാകില്ലെന്നും ബഫർ സോൺ കേരളിന് ബാധകമല്ലെന്നുമായിരുന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഫർ സോണാണ്. ഒരു സംഭവം 1 മീറ്റർ ബഫർ സോണില്ല. ഇതിന്റെ ഏതെങ്കിലും DPR ബഫർ സോൺ പറയുന്നു. ബഫർ സോണാണ്, സ്ഥലം വിൽക്കാൻ പറ്റില്ല, വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും വികാരഭരിതരായി. എന്നാൽ കേരയിൽ MD ഇത് തള്ളി. 10 മീറ്റർ വീതിയിൽ ബഫർ സോൺ നിലവിൽ വരും. 5 മീറ്ററിൽ ഒരു നിർമ്മാണവും അനുവദിക്കില്ല. 5 മീറ്ററിൽ അനുമതി വാങ്ങി നിർമ്മാണം നടത്താം. 5 മീറ്ററിൽ കൺസ്ട്രക്ഷൻ പാടില്ല. അതിന് മേലോട്ടുള്ള സ്ഥലത്ത് അപ്രൂവൽ എടുക്കേണ്ടി വരും. 10 മീറ്റർ വരെയാണെങ്കിൽ അപ്രൂവൽ നോ ഒബ്ജക്ഷൻ എടുക്കേണ്ടി വരും. സമരം ചെയ്യുന്ന സാധാരണക്കാരെ തീവ്രവാദികളായി ചിത്രീകരിക്കാനാണ് മന്ത്രി സജി ചെറിയാന്റെ ശ്രമമെന്ന് KPA മജീദ് ആരോപിച്ചു. പദ്ധതിക്കായുള്ള കല്ലിടൽ നിർത്തിവെക്കില്ലെന്നാണ് കേരയിൽ നിലപാട്. കല്ലുകൾ പിഴുതുമാറ്റിയ സ്ഥലങ്ങളിൽ വീണ്ടും കല്ലിടും. സർവേ നടത്തുന്നത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്നും നഷ്ടപരിഹാരം നൽകിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ എന്നും MD വി അജിത് കുമാർ അറിയിച്ചു. ഫുൾ കോമ്പൻസേഷൻ കൊടുത്തിട്ട് മാത്രമേ ലാൻഡ് എടുക്കുകയുള്ളൂ. ഗവൺമെൻറ് പോളിസി അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിലും ഗവൺമെൻറ് പോളിസിയിൽ ഒരു ചേഞ്ച് ഇല്ലല്ലോ. ഗവൺമെൻറ് പോളിസി 6(1) നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പോയി കല്ലിടാൻ വേറെ ഒരു പോളിസി ഇല്ല. 2 മാസം കൊണ്ട് കല്ലിടൽ നടപടികൾ പൂർത്തിയാക്കും. നഷ്ടപരിഹാര തുക 2 ഘട്ടമായി നൽകാൻ DPRൽ വ്യവസ്ഥയുണ്ട്. സമ്മതമറിയിക്കുന്നവർക്ക് 25% തുക പലിശ സഹിതം പിന്നീട് കൈമാറും. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ കലക്ടറേറ്റിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷം. പ്രവർത്തകർ കലക്ടറേറ്റ് വളപ്പിൽ പ്രതിഷേധക്കല്ല് നാട്ടി. ഇത് പോലീസ് പിഴുതെറിഞ്ഞു. സിൽവർ ലൈനെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റ് വളപ്പിൽ പ്രതീകാത്മകമായി കല്ലുകൾ സ്ഥാപിക്കാനുള്ള ശ്രമം പോലീസ് ബലം പ്രയോഗിച്ചു തടഞ്ഞു. സിൽവർ ലൈൻ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച് കോൺഗ്രസ്. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നുവെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ പോലീസ് അതിക്രമം ഉണ്ടായെന്നും ചൂണ്ടിക്കാട്ടി കെ മുരളീധരനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നൽകിയില്ല. സിൽവർ ലൈൻ സമരത്തെ അടിച്ചമർത്താമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കേണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അടിച്ചമർത്താൻ ശ്രമിച്ചാൽ റെയിൽ ലൈൻ കടന്നുപോകാത്ത സ്ഥലങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കും. സിൽവർ ലൈനിനെ അനുകൂലിച്ച ജേക്കബ് തോമസിനെ സുരേന്ദ്രൻ തള്ളി. പലരും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. കേരളത്തിന് പദ്ധതി ഗുണമല്ല, ദോഷമാണുണ്ടാക്കുകയെന്നും കെ സുരേന്ദ്രൻ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരിനും KV തോമസിനും CPM പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ അനുമതിയില്ല. KPCC നിലപാട് പാർട്ടി ഹൈക്കമാൻഡ് അംഗീകരിച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് സൌകര്യമുണ്ടെങ്കിൽ സെമിനാറിൽ പങ്കെടുത്താൽ മതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ദേശീയ തലത്തിലുള്ള സഹകരണം എന്ന ന്യായം ഉയർത്തിയാണ് CPIM സെമിനാറിൽ പങ്കെടുക്കാൻ ശശി തരൂരും KV തോമസും ശ്രമിച്ചത്. എന്നാൽ നേതാക്കളുടെ പങ്കാളിത്തം സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് KPCC അധ്യക്ഷനടക്കം നിലപാടെടുത്തു. കേരളത്തിലെ CPMന്റെ നേതൃത്വം കേന്ദ്രത്തിൽ BJPയെ പോലെ കേരളത്തിൽ കോൺഗ്രസ് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു.
കോൺഗ്രസ് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാന നേതൃത്വമാണ്. അതുകൊണ്ടാണ് KPCC പറഞ്ഞത് കോൺഗ്രസ്സുകാർ പങ്കെടുക്കണ്ട. എതിർപ്പ് ശക്തമായതോടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടി ഹൈക്കമാൻഡ് അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാന നേതാക്കൾ തീരുമാനം എടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ രാവിലെ പറഞ്ഞതും ഇതിന്റെ സൂചനയായിരുന്നു. I think it is up to the congressmen of Kerala. They want to participate or not. But of course, the party interest will be our priority. BJPയെ തൃപ്തിപ്പെടുത്താനാണ് സെമിനാറിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിൽക്കുന്നത് എന്നാണ് CPIMന്റെ വിമർശനം. സെമിനാറിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസുകാരുടെ പുറകെ പോകില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഞങ്ങൾ ഹൈക്കമാൻഡിനെ ഒന്നും സമീപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. ഞങ്ങളവരെ പിന്നാലെ ഇതിനു വേണ്ടി നടക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം RSS പറഞ്ഞാലേ അവർ പങ്കെടുക്കുമെങ്കിൽ RSSനെ ഞങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പരിപാടി. അവർക്ക് വേണ്ടത് RSS ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരം കിട്ടണം, നിങ്ങൾ പങ്കെടുത്തോ. അതിന് ഞങ്ങളെന്ത് ചെയ്യണം? RSS നേതാവിനെ സമ്മേളനത്തിൽ വിളിക്കണം. അത് ഞങ്ങൾ വിളിക്കില്ല. അത് വിചാരിച്ചിട്ടാണ് KPCC പ്രസിഡന്റ് കളിക്കുന്നതെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് നിലപാട് അംഗീകരിക്കുമെന്ന് KV തോമസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. നാടിന്റെ ഭാവിക്കുതകുന്ന എന്തെങ്കിലും കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി. സംഘപരിവാറിന്റെ B ടീമായാണ് കോൺഗ്രസ് നിലകൊള്ളുന്നതെന്നും പിണറായി വിജയൻ വിമർശിച്ചു. ഭാവി പ്രധാനമന്ത്രി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നായിരുന്നു പ്രചാരണം. അതിൽ കുടുങ്ങിയവരുണ്ട്, പിന്നീട് പശ്ചാത്തപിച്ചവരുണ്ടെന്നും മുഖ്യമന്ത്രി. ഓട്ടോ ടാക്സി നിരക്കുകൾ ഉയർത്താൻ ശുപാർശ. ഓട്ടോറിക്ഷ മിനിമം നിരക്ക് 25-ൽ നിന്ന് 30 ഉയരും. ടാക്സി നിരക്ക് 175-ൽ നിന്ന് 210 ആകും. നിരക്ക് വർധന സംബന്ധിച്ച് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ശുപാർശ പഠിച്ച ശേഷം തീരുമാനമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. ഓട്ടോ ടാക്സി നിരക്ക് വർധനയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചിരുന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റിയുടേതാണ് ശുപാർശകൾ. ഓട്ടോറിക്ഷ മിനിമം നിരക്ക് 30 ഉയർത്തണമെന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. നിലവിൽ 25 രൂപയാണ് മിനിമം നിരക്ക്. 1.5 കിലോമീറ്ററിന് ശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 12 രൂപയിൽ നിന്ന് 15 ഉയർത്തണം. എന്നാൽ രാത്രി നിരക്കിൽ മാറ്റമുണ്ടാകില്ല. നിലവിൽ ഓട്ടോറിക്ഷകൾക്ക് 25 രൂപയാണ് മിനിമം ചാർജ് 1.5 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട്. അത് 40 രൂപയായി ഉയർത്തണമെന്നാണ് ഓട്ടോറിക്ഷ യൂണിയനുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് മിനിമം ചാർജ് 1.5 കിലോമീറ്ററിന് 25 രൂപയെ 30 രൂപയായി ഉയർത്തണമെന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. 1500 cc വരെയുള്ള ടാക്സികളുടെ മിനിമം നിരക്ക് 210 രൂപയാക്കി ഉയർത്തണം. 1500 cc മുകളിലാണെങ്കിൽ 240 ആക്കണം. ആദ്യ 5 കിലോമീറ്ററിന് ശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 18 രൂപയാക്കണം. ടാക്സികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതായത് 1500 cc വരെയുള്ള, അതായത് ഇന്നോവയുടെ താഴെയൊക്കെ നിൽക്കുന്ന ടാക്സി കാറുകൾ ആണ് 1500 cc താഴെയുള്ളത്. അതിനിപ്പോൾ മിനിമം ചാർജ് 175 രൂപയാണ് 5 കിലോമീറ്റർ വരെ. അത് 210 രൂപയായി ഉയർത്തണമെന്നുള്ളതാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റിയുടെ ശുപാർശ. ബസ്സുകളിലെ മിനിമം ടിക്കറ്റ് നിരക്ക് 12 രൂപയാക്കണമെന്നടക്കമുള്ള സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം ഈ മാസം 30-ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് പുതുശ്ശേരിയിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റിന് വെട്ടേറ്റു. നീലിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് അനുവിനാണ് വെട്ടേറ്റത്. അനുവിന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിന് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്ന് CPM ആരോപണം. ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. മേട്ടുവഴി ആദിവാസിയൂരിലെ മരുതൻ ജിൻസി ദമ്പതികളുടെ 4 മാസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞാണ് മരിച്ചത്. പനിയും കഫക്കെട്ട് മൂലം കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് ഇന്ന് ഉച്ചയ്ക്കാണ് മരിച്ചത്. ജനിതക വൈകല്യങ്ങൾ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. കുഞ്ഞിന് ആവശ്യത്തിന് വളർച്ചയോ മലദ്വാരമോ ഉണ്ടായിരുന്നില്ല. ഈ വർഷത്തെ 3ാമത്തെ ശിശുമരണമാണിത്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായി പുഷ്കർ സിംഗ് ധാമി തുടരും. കേന്ദ്ര നിരീക്ഷകരായ രാജ്നാഥ് സിംഗിന്റെയും മീനാക്ഷി ലേഖിയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷിയോഗം ധാമിയെ നേതാവായി തെരഞ്ഞെടുത്തു. 70 സീറ്റുകളുള്ള ഉത്തരാഖണ്ഡിൽ 47 സീറ്റ് നേടി BJP അധികാരത്തിലെത്തിയെങ്കിലും ഗട്ടിമ മണ്ഡലത്തിലെ പുഷ്കർ സിംഗ് ധാമി പരാജയപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ വിശ്വസ്തനായ ധാമിക്ക് തന്നെ പിന്തുണ ലഭിക്കുകയായിരുന്നു. അതേസമയം മണിപ്പൂരിൽ മുഖ്യമന്ത്രിയായി N ബീരൻ സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.